ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്താണെന്ന് കാണണ്ടേ, ഇതുപോലെ ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ തുണി ചെയ്തേക്കുന്ന പെയിൻറ്റിംഗ് ആണ്. ഇതിനൊരു വാട്ടർ കളർ ഫീല് കൊണ്ടുവരുന്ന പോലെയാണ് ഈ പെയിൻറ്റിങ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതുപോലൊരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ക്രീം കളർ ജോർജറ്റ് തുണി എടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ഓൾറെഡി ഒരു 1-2 ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഇതാകണ്ട, ഇതാണ്. അപ്പോൾ ഇതിനൊരു വാട്ടർ കളർ എഫക്റ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ബ്രഷുകളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇങ്ങനൊരു ഫ്ലാറ്റ് ബ്രഷ്, ഇത് സൈസ് 5-ൻ്റെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. ഇതൊരു പോയിന്റ് ബ്രഷ്, ഇത് സൈസ് 9 ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പെയിൻറ് അടിക്കാനായിട്ട് ആവശ്യം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ തവണ പെയിൻറ് അടിക്കാനായിട്ട് എടുത്ത പെയിൻറ്റാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പെയിൻറ്റുകളാണ്. നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ എനിക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ ആയിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൽ ഈ പെയിൻറ്റ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ വാട്ടർ കളർ എടുക്കുന്ന പോലെ തന്നെ ലൂസാക്കിയാണ് ഈ പെയിൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വാട്ടർ കളർ അടിക്കുന്ന പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ആണിത് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഇലയും പൂക്കളും ഒക്കെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ചില്ലകൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇലകൾ വരയ്ക്കാം. അങ്ങനെ ഇലകളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതുപോലെ ലൈറ്റായിട്ട് ഓരോ പൂക്കൾ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലകളുടെയൊക്കെ നടുക്കൂടുള്ള ഇതുപോലെ ഞരമ്പുകളും പിന്നെ പൂക്കളുടെ ചെറിയ ചെറിയ ഡീറ്റെയിലുകളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ ലൈറ്റായിട്ട് ചെറിയ ചെറിയ ഓരോ സ്ട്രോക്കുകൾ കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പൂക്കളുടെ നടുക്കൂടുള്ള ഡീറ്റെയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് കുറച്ച് ഗിൽറ്റ് അല്ലെങ്കിൽ ഗോൾഡ് നമുക്ക് ഇതിൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗോൾഡ് മൈൻഡർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് എവിടെ കിട്ടും, ഇവിടെ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ കൂടുതൽ പറഞ്ഞേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഗോൾഡ് ഇടാം. നമ്മൾ നമ്മുടെ പെയിൻറ്റിങ് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുക. ഒരു ക്ലോത്ത് ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. ഒരു ബ്രഷും കുറച്ച് കളറും ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കളേഴ്സൊക്കെ എവിടുന്ന് മേടിക്കേണ്ടതെന്നോ എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ചെറിയൊരു കമൻറ്റ് ഇട്ടാൽ മതി. അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ ഷോളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.